ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഒരു പുതിയ സുന്ദരിയെ കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഏറ്റവും പുതിയതല്ല, എന്നാലും എനിക്ക് പുതിയതാണ്. ഒത്തിരി പ്രാവശ്യം വാങ്ങി വെച്ച ഒരു വെറൈറ്റിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഇന്ന് നല്ല മഴയാണ്. രാവിലെ മുതലേ ഇങ്ങനെയാണ്. ഇപ്പോഴും മഴ വന്ന് ചെറുതായിട്ട് പെയ്തുകൊണ്ടേ നിൽക്കുവാണ്. അതിനിടയ്ക്കാണ് ഞാനൊരു വീഡിയോ എടുക്കാനായിട്ട് മുകളിൽ കയറി വന്നത്. പെട്ടെന്നൊന്നും മുകളിൽ കയറാനും പറ്റത്തില്ല, തെന്നി വീഴും. അതുകൊണ്ട് പതുക്കെ മേളിൽ കയറി വന്നപ്പോഴാണ് കാണുന്നത്. ഇതാരാണെന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ? വിരിഞ്ഞ് നിൽക്കുവാണ്. സൂര്യമുഖിയാണ് നമ്മുടെ. കണ്ട, ആകെ ഒരു ബഡ് ഒന്നുകൂടെ വന്നിട്ടുണ്ടായിരുന്നു, അത് കരിഞ്ഞു പോയി. ഒത്തിരി പായൽ കയറുന്നത് കാരണം ചീത്തയായിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഇന്ന് ഒരു ബഡ്, വലിയ ബഡായിരുന്നു കേട്ടോ, നല്ല വലിയ ബഡായിരുന്നു. അതിന്നിപ്പം ഈ സുന്ദരിക്കുട്ടി വിരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതും ഒരു കയ്യിലൊന്നും ഇങ്ങനെ നിൽക്കത്തില്ല, അത്രയ്ക്കും ബഡ് തന്നെയും നല്ല ഉരുണ്ട ബഡായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ട, അത്രയ്ക്കും നല്ല വലുതാണ്. സൈഡിലുള്ള അല്ലി പോലെയല്ല, വൈറ്റും പിങ്കുമായിട്ട് ചേർന്നിട്ടുള്ള കളറാണ് സൂര്യമുഖി. അങ്ങനെ സൂര്യമുഖി ഇന്ന് ആദ്യമായിട്ട് ഒരെണ്ണം വിരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഒത്തിരി നാളായി ഞാൻ വാങ്ങി വെച്ചിട്ട്. ഇപ്പോഴാണ് അതിൽ ഒരു പൂവ് കാണാനായിട്ട് പറ്റിയത്. സൂര്യമുഖി വെച്ചത് കണ്ട, എന്നാണ് 1/3/2025 കണ്ട. അപ്പോൾ ഇപ്പം ഇന്ന് 6-ാം മാസം വരെ, അപ്പം 3 മാസം വരെ ആകുന്നുണ്ട് ഞാൻ ഈ സൂര്യമുഖി വാങ്ങി വെച്ചിട്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായോ സൂര്യമുഖിയെ? മഴ ചാറുന്നുണ്ട് കേട്ടോ. തലയിൽ തുണിയൊന്നും ഇടാതെയാണ് വന്നേക്കുന്നത്. പിന്നെ അതുപോലെ പെട്ടെന്നൊന്നും നടക്കാൻ പറ്റത്തില്ല കേട്ടോ, വന്ന് വീഴും. ഇതും നല്ലോണം വിരിയുന്നുണ്ട്. നാളെ വിരിയിച്ചു കൊടുക്കാം അല്ലേ. ചെറിയ ഹോള് വന്നതേ ഉള്ളൂ. ഇത് സെറ എന്നുള്ള വെറൈറ്റിയാണ്. സെറയാണോ DM01 എന്നുള്ളതുണ്ട്. രണ്ടും ഒരുപോലെ ഇരിക്കുന്നത്. സെറയാവാനാണ് ചാൻസ്. അടുത്തടുത്ത് 2 ടബിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സെറയാണ്. പിന്നെ അടുത്ത സൈഡ് ഇത് നമ്മുടെ എംബാപ്പയും നാളെ വിരിയിച്ചു കൊടുക്കാം. ഇപ്പം നാളെയും ഷോർട്സൊക്കെ ആവും. അങ്ങനെ 2 എണ്ണം ചെയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഇവിടെയും ലോലോ, എല്ലാം നാളത്തേക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ലോലോയും ഇനിയൊരു ബഡുണ്ട്. ഇവിടെയും ഒരു ബഡുണ്ട്. ഞാൻ വിചാരിച്ചു ഡോർമൻസി ആകാറായെന്നാണ് വിചാരിച്ചത്, പക്ഷേ അല്ല. അതുപോലെ ഹരിതയിലും ഒരു ബഡ് കൂടെ വന്ന് നിൽപ്പുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ എല്ലാം പുതിയതാണ് കേട്ടോ. ഇത് ക്രിസ്റ്റൽ പിങ്കാണ്. പിന്നെ ഇത് UTPയുടെ റണ്ണറാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് Q201 നല്ലോണം പിടിക്കുന്നെന്ന് തോന്നുന്നു. പിന്നെ ഇതാകണ്ട, ഇതുപോലെ പച്ച കളറിൽ വെള്ളം എത്ര പ്രാവശ്യം മാറ്റിയെന്നറിയാവോ? ചിലതിലെല്ലാം ഇതുപോലെ വന്നു. എത്രയെണ്ണം ഞാൻ ഇപ്പോഴും കമഴ്ത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ട്യൂബേഴ്സ് ഇല്ലാതായി പോകുന്നുണ്ട് ഈ വെള്ളത്തിൻ്റേതായ പ്രശ്നം വന്നതുകൊണ്ട്. ഇനി അതിൽ 1-2 എണ്ണം നടാനായിട്ട് കിടപ്പുണ്ട്. അതിൽ കിടന്നാൽ ഇനി അത് ചീത്തയായി പോവും. 2 എണ്ണം നടാനായിട്ട് കിടപ്പുണ്ട്. പക്ഷേ ടബുകളിലെല്ലാം ചിലതിലെല്ലാം അതുപോലെ ഇങ്ങനെ പച്ച കളറിൽ വെള്ളമൊക്കെ ആയി പായലൊക്കെ ആവുന്നതുകൊണ്ട് ഞാൻ നടാനായിട്ട് മടി കാണിച്ചിരിക്കുവാണ്. ഇത് വൈറ്റ് എമറാൾഡാണ്. പിന്നെ ഇത് ഹിമാനിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ സെയിലിന് കിട്ടുമ്പം ഞാൻ ഓരോന്നെടുത്ത് വെക്കുന്നതാണ്. ഇത് മംഗള എന്നുള്ള വെറൈറ്റിയാണ്. നമ്മുടെ രശ്മിക്കുട്ടിയുണ്ട്. ഇതുവരെ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ല. എന്നാലും സൈഡിൽ നിന്നൊക്കെ ഓരോ ട്യൂബർ എടുത്തിട്ട് വീണ്ടും അത് തന്നെ വച്ചേക്കുന്ന 2 ബഡ് വന്നിപ്പുണ്ട്. അതും ഈ ബോക്സ് ആയതുകൊണ്ട് ഒത്തിരി നല്ലതായിട്ട് കിട്ടുന്നുണ്ട് എനിക്കതിൽ. അതും പൊട്ടിപ്പോകാറായി കാണും, 1 വർഷം കഴിഞ്ഞ് വെച്ചിട്ട്. പിന്നെ ഇത് പിങ്ക് ലെഗസി എന്നുള്ള വെറൈറ്റിയാണ്. ഇത് ശാശ്വത. അതൊക്കെ കണ്ട ഒരു മുരളി ചണക്കിന് നിൽപ്പുണ്ട്. ഇത് പീച്ച് ലേഡിയാണ്. ഇത് റണ്ണർ വാങ്ങി വെച്ചതാണ്, പീച്ച് ലേഡി. ഇത് ബംഗാൾ പ്രിൻസസ് എന്നുള്ള ഒരു പുതിയ വെറൈറ്റിയാണ്, ബംഗാൾ പ്രിൻസസ്. അതും പിടിച്ച് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ആമ്പലുണ്ട്. ഇത്
പേര് മറന്നുപോയി. ക്രോഞ്ചനോക്ക് എന്നുള്ള വെറൈറ്റിയാണ്. വേണമെന്നുള്ളവർ പറയണേ, അയച്ചു തരാം. ക്രോഞ്ചനോക്ക് ആ ഒരു പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇത് 2-3 ഫ്ലവറും കൂടെ കണ്ടിട്ട് വിൽക്കാമെന്ന് വിചാരിച്ചു. യെല്ലോ നാഗ്വാങ്ക്. അങ്ങനെ ആമ്പൽ ഇതൊക്കെ തന്നെയേ ഉള്ളൂ. പിന്നെ ബ്ലൂ വിസിലാണുള്ളത്. അപ്പം വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല. ഇത് നമ്മുടെ കിരണ്യ വെള്ളത്തിലങ്ങ് വീണ് കിടക്കുവാണ്. ഇത് ഗ്രീൻ പിസ്ത. അങ്ങനെ ഇപ്പം ഇത് മഴയായാലും പ്രശ്നമാണ്. നമ്മുടെ ബഡൊന്നും നല്ലവണ്ണം നമുക്ക് കിട്ടത്തില്ല. അതായത് കിവിയുടെ 2 ബഡ് ഇത് വിരിയുമെന്നറിയില്ല. ഇതും ഒരുമാതിരി ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഞാൻ സൂര്യമുഖിയെ കാണിക്കാനാണ് കൂടുതലും മൊബൈലും എടുത്തുകൊണ്ട് വന്നത്. ഞാൻ കണ്ടേ, ഇതുപോലെ പായലായിട്ട് നമ്മുടെ പ്ലാന്റ്സ് മൊത്തം ചീത്തയായി പോകുന്നുണ്ട്. 2-3 ടബ് ഞാൻ മാറ്റി വെച്ചേക്കുവാണ്. കണ്ട എത്ര പ്രാവശ്യം ഞാൻ മാറ്റിയതെന്നറിയാമോ? ഒത്തിരി പേര് ഇതുപോലെ സംശയം വന്ന് ചോദിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്കുമൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ആരോടും പറയാറില്ല. ഇത് കണ്ട, ഇതിനകത്തുള്ള പ്ലാന്റ് കേടായി പോകുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഇതും വൈറ്റ് ഫാൻറ്റസിയുടെയാണ്. ഇപ്പോൾ വാങ്ങിയതേ ഉള്ളൂ. പക്ഷേ അത് പിടിക്കുന്നില്ല. ഈ ടബിൽ കിടന്ന് ഇതിൽ നട്ട് വെച്ചതാണ്. അതെല്ലാം പോയി എന്ന് തന്നെ പറയാം. അങ്ങനെ ഒത്തിരി പ്ലാന്റ്സ് എനിക്കിപ്പം പോകുന്നുണ്ട്. ഈ പായലാണ് പ്രശ്നം. പായൽ വരുന്നത് കൊണ്ടാണ് ഇത്രയും ഇതായിട്ട് എല്ലാം പോകുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് പോലെ വേണ്ട, നമ്മുടെ പ്ലാന്റ്സിലും മഞ്ഞ കളറുണ്ട്. ഈ പുതിയ വെറൈറ്റിയാണ്, ശിവരാത്രി എന്നുള്ളൊരു വെറൈറ്റിയാണ്. അത് നിൽക്കുന്ന കണ്ട, അതിൽ പച്ച കളറിൽ വെള്ളമായിട്ട് ഈ പ്ലാന്റ് ഇതുപോലെ ഇങ്ങനെ നിൽപ്പുണ്ട്. നമ്മൾ വയ്ക്കുന്നതിലും പ്രശ്നങ്ങളുണ്ട്, ചീഞ്ഞു പോകാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അതാണ്. അതായത് നമ്മുടെ വൈറ്റ് സോനാണ്. ഇതാണ് ഒരെണ്ണം ബ്ലൂ വിസിൽ. 60 രൂപയുള്ളേ. വേണമെന്നുള്ളവർ ചോദിച്ചോണേ. ഒരു ലീഫ് മതിയല്ലോ, നമുക്ക് ഇഷ്ടംപോലെ പ്ലാന്റ്സ് അതിൽ നിന്നുണ്ടാക്കാം. ഇഷ്ടംപോലെ പൂ കിട്ടുകയും ചെയ്യും. എന്നും പൂക്കൾ കാണും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂര്യമുഖി ഒന്നുകൂടെ കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, എൻ്റെ ഈ കുട്ടി ഗാർഡൻ ഇഷ്ടമായെങ്കിൽ, 4 സെൻറ്റേ ഉള്ളൂ. ഇതിലാണ് ഇത്രയും നിരത്തി വാരി വെച്ചേക്കുന്നത്. എന്നാണ് തലയിൽ കൂടെ വന്ന് വീഴുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങി വയ്ക്കാതിരിക്കാനും തോന്നത്തില്ല. ആ ഒരവസ്ഥയിലാണ്. എന്നാലും കുറച്ചുകൂടെയൊക്കെ കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ ടെറസിൻ്റെ മുകളായതുകൊണ്ട് ഇത്രയും വെയിറ്റും കൂടെ ചിലപ്പോൾ ടെറസിന് താങ്ങാൻ പറ്റിയില്ലെങ്കിലോ, ആ ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കുട്ടി ഗാർഡൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.